ഹലോ, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നിങ്ങൾ ഇപ്പം ആലോചിക്കുന്നുണ്ടായിരിക്കും, ഇതെന്താ ഇങ്ങനെ ഇടയ്ക്ക് കയറി വന്ന് ഒരു വീഡിയോ ഒക്കെ ഇടും, പിന്നെ പോയ ആ വഴി അങ്ങ് പോവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കൺസിസ്റ്റൻസിയുടെ പ്രശ്നമുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഞാൻ അതിങ്ങനെ ഡീൽ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചില ദിവസം എനിക്ക് ഒന്നും ചെയ്യാനുള്ള എനർജി ഉണ്ടാവില്ല, സമയം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ അതുകൊണ്ടൊക്കെയാണ് വീഡിയോസ് കൺസിസ്റ്റൻ്റായി ചെയ്യാത്തത്. പക്ഷേ ഇപ്പോൾ മുതൽ ഐ വിൽ ട്രൈ. ഓക്കെ ഓക്കെ അപ്പം ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ പെട്ടെന്ന് എനിക്കൊന്ന് പുറത്ത് പോകണം, ഒരു ഡിന്നറിന്. സോ അപ്പം ഇങ്ങനെയാണ് മേക്കപ്പ് ഞാൻ ചെയ്യുന്നതെന്നാണ്. ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാ തവണ ഇങ്ങനെയൊന്നും അല്ല ചെയ്യാറ്. ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഇട്ടിട്ട് ഞാൻ ചിലപ്പോൾ കണ്ണ് എഴുതും, ചിലപ്പോൾ കുറച്ച് ഗ്ലിറ്ററൊക്കെ ഇട്ടിട്ട് അങ്ങ് പോകും. പക്ഷെ ഇന്ന് എനിക്ക് തോന്നി കുറച്ചൊന്ന് സുന്ദരിയാവാന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അങ്ങനെ പോകാമെന്ന്. ഓക്കെ, സോ ഞാനതിങ്ങനെ കാണിച്ചു തരാം. തവണയും ചെയ്യുന്നൊരു സ്റ്റെപ്പൊന്നുമല്ല, പക്ഷെ ഇന്നിപ്പോൾ എനിക്ക് ചെയ്യാൻ തോന്നി, അതുകൊണ്ട് ചെയ്തതാ. അല്ലെങ്കിൽ ഞാൻ എല്ലാ തവണയൊന്നും ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ ജസ്റ്റ് സ്കിന്നിനൊരു ഫിനിഷിങ് കിട്ടും. അപ്പം അതുകൊണ്ട് ജസ്റ്റ് പിന്നെ കുറേ നാളായി ഈ പ്രൈമർ യൂസ് ചെയ്തിട്ട്. ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ സാധാരണ മറ്റേ ലിക്വിഡ് പ്രൈമറാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഇങ്ങനെ ഇരുന്ന് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ്. ഓക്കെ, അപ്പോൾ അതിങ്ങനെ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. എൻ്റെ ലൈഫിൽ ഇപ്പം എനിക്ക് വളരെ വേണ്ട ഒരു സംഭവമാണ് ഇത്. കൺസീലർ ബാക്കിൽ നിങ്ങൾ ഹാർപ്പിക്ക്, ലൈസോൾ എന്നീ പല സാധനങ്ങളും കാണും. പക്ഷേ നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യരുത് ഗൈസ്, പ്ലീസ്. ഐ എം സോറി, എനിക്ക് അത്രയും ഒരു ഫാൻസി ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ല എൻ്റെ വീട്ടിൽ. ഓക്കെ, ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ്. എന്നിട്ട് ഇതിങ്ങനെ കണ്ണിൻ്റെ മണ്ടയിൽ ഇങ്ങനെ നല്ലപോലെ ഇട്ട് കൊടുക്കുക. കാരണം ഇപ്പോൾ ഞാൻ ലൈഫിൽ ഏറ്റവും കൂടുതൽ ലാക്ക് ചെയ്യുന്ന ഒരു സാധനം സ്ലീപ്പാണ്, ഉറക്കമാണ്, ഉറക്കം. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ ഉറക്കമൊന്നും വലിയ കാര്യമായിട്ട് കിട്ടാത്തത് ഞാനങ്ങനെ ഡിപ്രഷൻ അടിച്ചിട്ട് അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെയല്ല. അതായത് ഞാനങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഉറങ്ങാത്തതൊന്നുമല്ല, എനിക്ക് ഉറങ്ങാൻ ലിറ്ററലി സമയം കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ്. അപ്പം നമുക്കിതിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ തേച്ച് വെച്ച് കൊടുക്കാം. ഓക്കെ, അല്ലേ ഷാഡോ ഇട്ട് കൊടുക്കാം. ഐ ഷാഡോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്റ്റെപ്പാണ്, സോ ഞാൻ ഒഴിവാക്കുന്നില്ല. നമുക്ക് ആദ്യം ഒരു ലൈറ്റ് പിങ്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കൊച്ചെന്താ ഇങ്ങനെ, ഈ കൊച്ചിൻ്റെ ബ്രഷൊക്കെ വെച്ചിട്ടൂടെയെന്ന്. ബേസിക്കലി മടിയാണ്, എനിക്ക് ഭയങ്കര മടിയാണ് ബ്രഷൊക്കെ വെച്ച് വെച്ചാൽ. വേറൊരാൾക്ക് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് യെസ് ഐ വിൽ ഡൂ ഇറ്റ്, ലൈക്ക് എനിക്ക് പറ്റുന്നത്രയും പ്രൊഫഷണലായിട്ട് ഞാൻ ചെയ്യും. പക്ഷേ എനിക്ക് സെൽഫായിട്ട് ചെയ്യാൻ എനിക്ക് അത്രയും ഇപ്പം മടിയാണ്. ബ്രഷൊക്കെ എടുത്തപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കണ്ടേ. ഞാൻ ഇവിടെ ബ്ലെൻഡർ പോലും എടുത്തില്ല. പിന്നെ ബ്ലെൻഡർ എടുക്കാത്തത് കൺസീലർ ഞാൻ അങ്ങനെ ബ്ലെൻഡർ കൊണ്ടല്ല ബ്ലെൻഡ് ചെയ്യാറ്, ഐ ബ്ലെൻഡ് വിത്ത് മൈ ഫിംഗേഴ്സ്. അതാണ് എനിക്ക് കുറച്ചും കൂടി ഓക്കെ ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഐശ്വര്യമാണെങ്കിൽ നമുക്ക് ചാറാപാറ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ മൈക്കൊന്നുമില്ല കേട്ടോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള ഓഡിയോ ഒന്നും ആയിരിക്കില്ല. എനിക്ക് ഈ ഹാർപ്പിക്ക് ഭയങ്കര മെൻ്റലി എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്ക് കുറച്ച് ഗ്ലിറ്ററൊക്കെ ഇട്ട് കൊടുത്താൽ കുറയ്ക്കണ്ട, നന്നായിരുന്നു കേട്ടോ. അതെങ്ങനെയുണ്ട്? നമുക്ക് വേണമെങ്കിൽ കുറച്ച് പിങ്കി ഗ്ലിറ്റർ ഇട്ട്, പിങ്ക് വേണ്ടല്ലേ, അല്ലെങ്കിൽ ഗോൾഡൻ ആയിക്കോട്ടെ. ജസ്റ്റ് ഇത്തിരി മതി. ഓവറാക്കിയാൽ പിന്നെ എല്ലാവരും ഞാൻ എയറിലായിരിക്കും. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഓക്കെ, ഒരു തിളക്കം അത് മതി. ബ്ലഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്റ്റെപ്പാണ്, ഒഴിവാക്കാൻ താല്പര്യമില്ലാത്ത ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതും ബ്രഷൊക്കെ വയ്ക്കുമെന്ന്. പക്ഷേ ബ്രഷ് അവിടെ പോയി എടുക്കാൻ മടിയായതുകൊണ്ട് തൽക്കാലം കൈ വെച്ചിട്ട് നോക്കാം. സെറ്റായില്ലെങ്കിൽ നമുക്ക് ഇതെടുക്കാം. ഞാൻ യൂഷ്വലി ബ്ലെൻഡറൊക്കെ വെച്ചിട്ടാണ് ബ്ലഷ് ഇടാറ്. എനിക്ക് ബ്ലെൻഡർ വെച്ചിടുന്നത് ഇഷ്ടമാണ്, ബ്രഷ് വെച്ചിടുന്നത് ഇഷ്ടമാണ്. ഞാൻ സത്യം പറഞ്ഞുണ്ടല്ലോ, ഒത്തിരി നാളായി ഇങ്ങനെയൊക്കെ ഒന്ന് ഒരുങ്ങിപ്പോയിട്ട്. എനിക്ക് എവിടെ പോകുമ്പോഴും ഇങ്ങനെ ഒരുങ്ങാനുള്ളൊരു മൈൻഡും ഉണ്ടാവാറില്ല ഇപ്പോൾ, പിന്നെ സമയം ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ ഒരുങ്ങിപ്പോൽ ഇസ് quite impossible for me now. Not impossible, പക്ഷേ I am very lazy to put effort. അതാണ് എൻ്റെ പ്രശ്നം. ഓക്കെ,
അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നതിന് പകരം ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ, പിന്നെ എനിക്ക് ചീക്സിൽ ബ്ലഷ് ഇഷ്ടമാണ്. ഓൾറെഡി മൈ ഫേസ് ഇസ് ലൈക്ക് വൺ മത്തങ്ങ ഫേസ്. സോ യാ, അടുത്ത് നമുക്ക് ഐബ്രോസ് ഇസ് ലൈക്ക് കാട് ആണ്, പക്ഷേ ഐ ഡോണ്ട് കെയർ യുനോ. എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഐബ്രോസ് എടുക്കാത്തത്. ഓക്കെ, നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി തിക്കാണ്, പക്ഷെ എന്നാലും ഐബ്രോസ് ഒന്ന് തൊട്ടില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഐബ്രോസ് ഒന്ന് ഫിൽ ചെയ്യാം. ഓക്കെ, ഇപ്പം കാണിക്കുന്ന ഈ ഒരു എനർജി ഇല്ലേ ഗൈസ്, ഇതെനിക്ക് എവിടെ നിന്ന് വീണ് കിട്ടിയൊരു എനർജിയാണ്. ഈ എനർജി എന്നുണ്ടെങ്കിൽ ലൈഫിൽ ഞാൻ സക്സസ്ഫുൾ എന്നതായനെന്നറിയോ നിങ്ങൾക്ക്. പക്ഷേ ഇന്നും ഈ എനർജി ഇല്ല എന്നുള്ളതാണ് പരമാർത്ഥം. ഓക്കെ, ഞാൻ മറ്റേ ബ്രോ പാലറ്റ് ഒന്നും എടുക്കണ്ടല്ലോ, ചുമ്മാ ഇത് വെച്ച് അങ്ങൊന്ന് ഇങ്ങനെ 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 നമുക്ക് കുറച്ച് പൗഡർ ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് കണ്ണിൻ്റെ മണ്ടയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്ന് സെറ്റായിരിക്കണമെങ്കിൽ പൗഡർ വേണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കാണ്ടിരിക്കാം. പ്രത്യേകിച്ച് എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പൗഡർ വരുന്നില്ല ഗൈസ്. പൗഡർ ഞാൻ പിശുക്കുന്നതല്ല കേട്ടോ, വരാത്തയാണ്. ഈ ടീ സോൺസിലൊക്കെ നമുക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കണം കേട്ടോ, എന്നാലേ ഇത് സെറ്റായിരിക്കത്തുള്ളൂ. ജാലക്കരിയൊക്കെ കണ്ടല്ലോ, എല്ലാ വർഷവും കൂടെ. എൻ്റെ ദൈവമേ, ഇനി ജസ്റ്റ് ഇതൊന്ന് കണ്ടിപ്പോയത് തോന്നുന്നു. എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കാറുണ്ട്, നിനക്ക് എല്ലാവരും മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമാണല്ലോ. ഞാനും പണ്ട് എന്തിനു പോവാണെങ്കിലും, ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോവാണ് വീട്ടുകാരുടെ ഒപ്പം എന്നുണ്ടെങ്കിലും ഐ യൂസ് ടു പുട്ട് ഫൗണ്ടേഷൻ. എന്തിനാന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ അങ്ങനെയായിരുന്നു, എനിക്കൊരു മടി ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ ഉണ്ടല്ലോ ഐ എം വെരി വെരി ലേസി. എന്നാലും എനിക്ക് കിട്ടുന്ന സമയമൊക്കെ എനിക്കിങ്ങനെ ഉറങ്ങി തീർക്കണൊക്കെയാണ് ഇഷ്ടം. പ്രായമാവുന്നതിൻ്റെ ലക്ഷണങ്ങളാണെന്നാണ് എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത്. അന്ന് കണ്ണെഴുതിട്ടോ, കണ്ണെഴുതൽ എനിക്കൊരു ടാസ്ക്കാണ് ഗൈസ്. എനിക്ക് കൈവരയുടെ ഒരു ചെറിയ അസുഖമുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും രണ്ടെണ്ണം അടിക്കാത്തതുകൊണ്ടാണ്, പക്ഷെ അടിച്ചില്ലൊക്കെ ഇത് അവസ്ഥ. അയ്യോ, കണ്ണെഴുതൽ എനിക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല. പണ്ട് ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ, ഇപ്പോഴാണ് എനിക്ക് ഇത്ര പ്രശ്നമായി തുടങ്ങിയത് കണ്ണെഴുതുന്നത്. അതെന്തോ കണ്ണെഴുതുന്ന ഒരു വലിയ ടാസ്ക്കാണ്. അത് മറ്റുള്ളവർക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും ഞാനല്ല അവരുടെ അടുത്ത് പറയും, നിങ്ങൾ വേണമെങ്കിൽ സെൽഫായിട്ട് കണ്ണെഴുതിക്കോ എന്ന് പറയും. അത് വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പം സ്മോക്കി ഐസ് ഒക്കെ ചെയ്യാനാണെങ്കിൽ ഓക്കെ, നമുക്ക് ചെയ്യാം. പക്ഷെ കണ്ണല്ലാണ്ട് എഴുതൽ എനിക്ക് വലിയൊരു ടാസ്ക്കാണ്. അതെന്താണെന്നറിയില്ല, അതങ്ങനെ നല്ല ഭംഗിയായിട്ടൊക്കെ കണ്ണെഴുതി കൊടുക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നും. ഈശ്വര, എനിക്ക് ഈ കൈവറ എന്ന് മാറുമെന്തോ. ഇപ്പോൾ ഒരുവിധം ഓക്കെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ ഒന്നും കൂടി ഒന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കാം എത്തുന്നത്. ഓക്കെ, വേണമായിരുന്നു, കുഴപ്പമില്ലല്ലേ, കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. കുറച്ച് മസ്കാര ലിപ്സ്റ്റിക് കൂടി ഇട്ട് പരിപാടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അയ്യോ, മസ്കാര ഇടുമ്പോൾ വായ തുറക്കണം. ഒരുപാടൊന്നും ഇടുന്നില്ല കേട്ടോ, പിന്നെ അത് വന്ന് എനിക്ക് ഒരു കളയാനൊക്കെ മടിയാണ്. മസ്കാര അടുത്തത് നമുക്ക് ലിപ്പ് ലൈനർ വരച്ച് കൊടുക്കാം ഗൈസ്. എനിക്ക് ലിപ്പ് ലൈനറിന് അങ്ങനെ റൂളൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ ഞാൻ ആദ്യം വരയ്ക്കാം, ചിലപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടായിരിക്കും വരയ്ക്കുന്നത്. അതുകൊണ്ട് എന്നെ നമ്പാൻ പറ്റില്ല കാര്യത്തിൽ. മനസ്സിലായല്ലോ. ഞാൻ കുറേ പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് കണ്ടിട്ടുള്ള എന്താണെന്ന് പറയുക, ലിപ്പ് ലൈനർ വരച്ചു ലൈക്ക് ആ ലൈനിൽ മാത്രം വരച്ച് ഇതാക്കും. പക്ഷെ അങ്ങനെയല്ല, അത് ജസ്റ്റ് ഒന്ന്
കുറച്ചും കൂടെ ഒന്ന് താഴത്തോട്ടൊക്കെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അമ്മേ കൈൻഡ് ഓഫ് രണ്ടും സെയിം കളറാണ്. സോ ദിസ് ഈസ് ദ ഫൈനൽ ഔട്ട്ലുക്ക്. ഓക്കെ, സിമ്പിളാണ്, ഇറ്റ്സ് വെരി സട്ടിൽ, ഒരു പിങ്കി മേക്കപ്പാണ്. ഓക്കെ ഓക്കെ ചൂടെടുത്തിട്ട് വയ്യപ്പാ. എനിക്ക് എൻ്റെ ലിപ്സ്റ്റിക്കും ബ്ലഷൊക്കെ വന്നിരിക്കുന്നത് ഐ റിയലി ലവ്ഡ് ഇറ്റ്. ഓക്കെ, സോ യാ ദിസ് ഇസ് ഓൾ. സോ ഞാൻ ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ ഇഫ് യു ആർ വാച്ചിങ് മൈ വീഡിയോ ഫോർ ദ ഫസ്റ്റ് ടൈം പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നിങ്ങളൊക്കെ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്താൽ മാത്രമാണ് എനിക്ക് ഇനിയും കുറേ വീഡിയോസായിട്ടൊക്കെ വരാൻ ഉള്ളൊരു എനർജി ഉണ്ടാവുള്ളൂ. യുനോ ജന്മന കുറച്ച് കുറവ് എനർജി ഉള്ള ഒരാളാണ് ഞാൻ. ആയിരുന്നു. ഓക്കെ, so bye guys, bye, I'll see you in the next video.